If a circle of radius 17 centimeter, two parallel chords of length 30 centimeter and 16 centimeter are drawn, find the distance between the chords if both the chords are first on the opposite sides of the center, second one on the same side of the center. If a circle of radius 17 centimeter radius ഉള്ള ഒരു സർക്കിൾ, 17 centimeter radius ഉള്ള സർക്കിൾ. That O is the radius. 17 centimeter radius ഉള്ള ഒരു സർക്കിളിൽ പാരലായിട്ടുള്ള കോഡ്സ് ഓപ്പോസിറ്റ് സൈഡിലുണ്ട്. പാരലായിട്ടുള്ള കോഡ്സ് ഓപ്പോസിറ്റ് സൈഡിൽ ഉണ്ട്. There are two parallel chords on opposite side of the center. Its radius is 17 centimeter. Then 17 centimeter. Radius is 17 centimeter. Radius is 17 centimeter. Find the distance between the chord. Distance between the chord ഇങ്ങനെ കണക്ട് ചെയ്യാം. ഇപ്പോൾ we have two right triangles. AB, the length of AB is 30 centimeter and the length of CD is 16 centimeter. Distance of the chord when the chords are opposite side of the center. M N. അപ്പോൾ ഡിസ്റ്റൻസ് ആണ് എന്ത് ചെയ്യണം? OM ഉം ON ഉം കണ്ടിട്ട് ആഡ് ചെയ്താൽ മതി. OM ഉം ON ഉം കണ്ടിട്ട് ആഡ് ചെയ്താൽ മതി. Then in triangle AMO ട്രയാങ്കിൾ, റൈറ്റ് ട്രയാങ്കിൾ ആണ്. അവിടെ നമുക്ക് AB 17 സെൻറ്റിമീറ്റർ ഉണ്ട്, ഹൈപ്പോട്ടന്യൂസ് ഉണ്ട്. Then AM equals, what is AM? AM equals 30/2 equals 15 centimeter. അതെന്തുകൊണ്ടാണ്? A line from the center, perpendicular drawn from the center bisects the chord. അത് നമുക്കറിയാം. Perpendicular drawn from the center to the chord bisects the chord. Then AM equals 30/2, that is 15. AO, hypotenuse of this right triangle AO is 17 centimeter. If you find OM, OM is altitude. We know OM is altitude. Altitude square equals hypotenuse square minus base square. That is AO is 15 square minus AO 17 square minus 15 square. What is 17 square? 17 into 17, 289. Multiply നോക്കിയാൽ മതി. 15 into 15, 225. അത് we know that. അത് നമ്മൾ കേട്ടിട്ടുണ്ട്. 225 ആണ് 15. 17 ചിലപ്പോൾ സംശയം വരും. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. ഈ മൈനസ് ചെയ്യുക. OB സ്ക്വയർ ആണ് നമുക്ക് കിട്ടുക. 289 minus 225, that is 64. OB square is 64. Then OB equals root 64, that is 8 centimeter. We got OM. We got OM ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അത് നമ്പർ എഴുതി മാറിപ്പോയതാണ്. OM കിട്ടി. മനസ്സിലായി? ഈ OM എന്ന് പറയുന്നത് ഇതാണ്. ഇത് ആൻസർ. ഇതാണ് എന്ത് ചെയ്യണം? 17 സ്ക്വയർ ഡിവൈഡഡ് ബൈ മൈനസ് 15 സ്ക്വയർ കിട്ടി. സിമിലർലി നമുക്ക് ഇതും കാണാമല്ലോ. സിമിലർലി OC സ്ക്വയർ ഈക്വൽസ് CO സ്ക്വയർ മൈനസ് CN സ്ക്വയർ. CO square is 17 square minus what is CN? CN is 16/2, that is 8 square. 17 square 289, 8 square 64.
289 നിന്ന് 64 പോയാൽ 225. OC square equals 225. Then OC equals root 225, that is 15. That is 15. 15 എന്ന് കിട്ടി. ഒരെണ്ണം 15 എന്ന് കിട്ടി, ഒരെണ്ണം 8 എന്ന് കിട്ടി. അപ്പോൾ this is 15 and this is 15 and this is 8. The distance between the chord. Distance between the chord. Distance between the chord. Distance between the chord. ഡിസ്റ്റൻസ് ആണെങ്കിൽ ഈ 8ഉം 15ഉം കൂടെ ആഡ് ചെയ്താൽ പോരെ. വെൻ ദേ ആർ ഓൺ ഓപ്പോസിറ്റ് അല്ലേ, ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദി സെൻറ്റർ, ഓപ്പോസിറ്റ് സൈഡ് ടു ദി സെൻറ്റർ. അപ്പോൾ എന്താണ് 8 + 15, ദാറ്റ് ഈസ് 23 സെൻറ്റിമീറ്റർ. ഇനി ഇതിപ്പോൾ ഓപ്പോസിറ്റ് സൈഡാണെങ്കിലാണ് ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ടുണ്ട്. എന്താണ്? ബോത്ത് ആർ, ഈ രണ്ടും സെയിം സൈഡിലാണ്. സെയിം സൈഡിലാണ് ഈ വലിയ കോഡ്. ലാർജർ കോഡ് 30 ഇവിടെ വരും, ലാർജർ കോഡ് 30 ഇവിടെ വരും, സ്മോളർ കോഡ് 16 ഇവിടെ വരും. ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യണം? ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണെങ്കിൽ ഇത് മൈനസ് ചെയ്താൽ മതി, ശരിയല്ലേ? ഇത് ഈ ഡിസ്റ്റൻസാണ്. അപ്പോൾ നമുക്കിങ്ങനെ നോക്കാം അല്ലേ. ഇവ തമ്മിൽ ഡിസ്റ്റൻസ് ആണെങ്കിൽ ഡിസ്റ്റൻസ് ഇത് തന്നെ 15 18 തന്നെയാണ്. അത് മൈനസ് ചെയ്താൽ മതി. അത് പ്രത്യേകം ചെയ്യണമെന്ന് ഇല്ല. അത് മൈനസ് ഇതിപ്പോൾ പ്ലസ് അല്ലേ ചെയ്ത്, ഇനി അത് മൈനസ് ചെയ്താൽ മതി. അല്ലാണ്ട് പ്രത്യേകം ചെയ്യണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. അപ്പോൾ ഇഫ് ദേ ആർ ഓൺ ദി സെയിം സൈഡിലാണെങ്കിൽ ഡിസ്റ്റൻസ് ആണ് എന്ത് ചെയ്യണം? ഡിസ്റ്റൻസ് 15 - 8, ദാറ്റ് ഈസ് 7 സെൻറ്റിമീറ്റർ. 7 സെൻറ്റിമീറ്റർ ഈസ് ദി ആൻസർ. ഇത് 7 സെൻറ്റിമീറ്റർ ആണെന്ന് കിട്ടും. അപ്പോൾ 2 പ്രോബ്ലം ഉണ്ട് അല്ലേ? ഓക്കെ. 2 parallel chords are drawn in a circle of radius 15 centimeter. അപ്പോൾ ABCD 2 parallel chords drawn opposite to center ആണ്. The length of one chord is 24 centimeter. ഇത് 24 centimeter ആണ്. And the distance between the chord is 21 centimeter. Distance between the chord is 21 സെൻറ്റിമീറ്റർ ആണ്. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് അനദർ കോഡ്. ഈ കോഡിൻ്റെ ലെങ്ത് ആണ് നമുക്ക് കാണേണ്ടത്. റേഡിയസ് ഉണ്ട്. വാട്ട്സ് റേഡിയസ്? റേഡിയസ് ഈസ് 15 സെൻറ്റിമീറ്റർ. ഇൻ ട്രയാങ്കിൾ. അപ്പോൾ നോക്കാം. ഇൻ ട്രയാങ്കിൾ ഇതിന് എം എന്ന് കൊടുക്കാം, ഇതിന് എൻ എന്ന് കൊടുക്കാം. ട്രയാങ്കിൾ ഇങ്ങനെ എഴുതണമെന്നില്ല. ട്രയാങ്കിൾ AMN എന്ന് പറയുന്ന റൈറ്റ് ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ we have AM equals, that is base 24/2 12 centimeter, and AO what's AO? AO is the hypotenuse. Hypotenuse is 15 centimeter. We have to find MO, that is altitude. MO find ചെയ്യണം. അപ്പോൾ MO square, altitude square equals hypotenuse square minus base square. That is 15 square. 225 minus 144. 225 minus 144 is 81. Then MO equals root of 81, that is 9. MO is 9. MO is 9. We know that MN is 21. MO is 9. Then what's NO? What's NO? What is NO? NO is 21 minus 9. ശരിയല്ലേ? 21 minus
9, that is 12. NO is 12, then NO is 12. We can draw another right triangle, CNO. Radius 15 centimeter, same ആണല്ലോ radius 15 centimeter ആണ്. Then we will find CN. What is CN? CN square equals 15 square minus 12 square, that is hypotenuse square minus altitude square. വേണമെങ്കിൽ സ്കൂളിൽ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് എഴുതും, സ്റ്റെപ്പ് വേണമെങ്കിൽ എഴുതിക്കും, അങ്ങനെ എഴുതിയിട്ട് അടുത്ത സ്റ്റെപ്പിൽ ഇത് എഴുതിയാലും മതി. 15 square is 225 minus 144. 225 minus 144 is 81. ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ. 12 15 15ഉം 12 ആയിരുന്നു. യെസ് 9. വീണ്ടും 12ഉം 15ഉം തന്നെ വന്നു. അപ്പോൾ 81. ദെൻ CN ഈസ് ഓൾസോ 9 centimeter. This is 9 centimeter. CN is 9 centimeter. What is CD? We have to find CD. CD ആണ് കാണേണ്ടത്. What is CD? CD is ഇത് 9 ആണെങ്കിൽ ഇത് ബൈസെക്റ്റീവ് അല്ലേ, അപ്പോൾ 2 into 9. 2 into 9, that is 18 centimeter. 18 centimeter ആണ് ഈ ലെങ്ത് ഓഫ് കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഫസ്റ്റിലെ നമ്മൾ ആ ഡിസ്റ്റൻസ് ഓഫ് ഫസ്റ്റ് കോഡ്, സെൻറ്ററിൽ നിന്ന് കോഡിലോട്ടുള്ള ഡിസ്റ്റൻസ് നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ. അപ്പോൾ നമുക്ക് 9 കിട്ടി. ഈ 9 കിട്ടിയപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും? 21 minus 9 12 ആയിരിക്കും. ഈ 12ഉം 15ഉം കൂടി π/0 ഉപയോഗിച്ച് അതിൻ്റെ ബേസ് കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് 9. 9 എന്ന് പറയുന്നത് ഈ കോഡിൻ്റെ ഹാഫാണ്. അപ്പോൾ കോഡ് എത്ര ആയിരിക്കും? ഡബിൾ ആയിരിക്കും. ദാറ്റ് ഈസ് 8. ഇങ്ങനെ തിരിച്ചും മറിച്ചും തിരിച്ചൊക്കെ പ്രോബ്ലം ഉണ്ടാവും. നമുക്ക് ഈസി ആയിട്ട് അതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ.